ഹലോ ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. ഒരു വെൽനസ് ഓൺട്രപ്രണറാണ്. നമ്മുടെ ഡയബറ്റിക്കിൻ്റെ സീരീസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 8 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 9ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫാദർ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡോക്ടർ ജെറാൾഡ് റീവ്സ് എന്ന് പറഞ്ഞ വ്യക്തി. ഡോക്ടർ ജെറാൾഡ് റീവ്സ് പറഞ്ഞിട്ടുള്ളത്, ഇഫ് യു ഹാവ് എനി സ്ലൈറ്റ് ഇൻട്രസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് യു ജസ്റ്റ് കാൺ ബി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആരോഗ്യത്തോട് ലെവലേശമെങ്കിലും ശകലമെങ്കിലും നിങ്ങൾ ആരോഗ്യത്തോട് താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ആരോഗ്യത്തോടു കൂടെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവാൻ പാടില്ലെന്നാണ്. വൈ? ബിക്കോസ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ് പലതരത്തിലുള്ള അസുഖത്തിലേക്കും നയിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങൾ പ്രമേഹ രോഗിയാവാൻ ഒരുപാട് സമയം എടുത്തേക്കാം. ഇപ്പം നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റിങ്ങിൽ ഇൻസുലിൻ പരിശോധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻസുലിൻ്റെ പെർഫോമൻസ് അറിയുള്ളൂ. എന്നാലേ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അതിന് നമുക്ക് ഫിസിയോളജിക്കലായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഈ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ എന്തെല്ലാം അസുഖങ്ങൾ ഹിഡൻ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 1, ബോഡി ഫാറ്റ്, ബട്ടക്സ് ഫാറ്റ്, തൈസ് ഫാറ്റ്, ബാക്ക് ഫാറ്റ്, ഹിപ്പ് ഫാറ്റ്, ഇതെല്ലാം കൂടി വരുന്നുണ്ടാവും നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ. നമ്പർ 2, CAD, കൊറോണറി ആർട്ടറി ഡിസീസ്, കാർഡിയക് അറസ്റ്റ് പോലത്തെ പലതരത്തിലുള്ള സൈലന്റ് കാർഡിയക് അറസ്റ്റ് പോലത്തെ പ്രശ്നങ്ങളെല്ലാം വരാനുള്ള സാധ്യത ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്പർ 3, ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ഒരു ശാന്ത സ്വഭാവിയായ അസുഖമാണെങ്കിൽ പോലും മനസ്സിലാക്കുക, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലിവറിൽ കൊഴുപ്പടഞ്ഞു കൂടാൻ, വിസറൽ ഫാറ്റ് ലിവറിൽ മാത്രമല്ല കരളിൽ മാത്രം കൊഴുപ്പടഞ്ഞു കൂടുക. ഫാറ്റി കിഡ്നി വരാം, ഫാറ്റി പാൻക്രിയാസ് വരാം, ഫാറ്റി ഹാർട്ട് വരാം, ഫാറ്റി ലങ്സ് വരാം, എവിടെ വേണമെങ്കിലും ഫാറ്റി സ്പ്ലീൻ വരാം, എവിടെ വേണമെങ്കിലും കൊഴുപ്പടഞ്ഞു കൂടാ. ലിവറിൽ മാത്രമായിട്ട് ഒരു കൊഴുപ്പടഞ്ഞു ഒരിക്കലും കൂടില്ല. എല്ലാ ഓർഗൻസിലും ഒരേപോലെ തന്നെ കൊഴുപ്പടഞ്ഞു. വിസറൽ ഫാറ്റ് കൂടി വരുന്നതിന് സൂചനയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്പർ 4, എലിവേറ്റഡ് LDL കൊളസ്ട്രോൾ ആൻഡ് എലിവേറ്റഡ് ട്രൈഗ്ലിസറൈഡ്. അമിതമായിട്ടുള്ള LDL കൊളസ്ട്രോളും അമിതമായിട്ടുള്ള ട്രൈഗ്ലിസറൈഡും APOB എന്നൊക്കെ പറയും, എപ്പോലിപ്പോപ്രോട്ടീൻ B ഒക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതാണ്. ഹോമോസിസ്റ്റൈൻ പോലത്തെ മെറ്റബോളിക് വേസ്റ്റ് പോലത്തെ ആർട്ടീരിയൽ കാൽസിഫിക്കേഷൻ എന്ന് പറയും. ഹൃദയധമനികളിൽ അമിതമായിട്ട് കാൽഷ്യത്തിൻ്റെ ബ്ലോക്ക് അടഞ്ഞു കൂടുന്നത്, ഹോമോസിസ്റ്റൈൻ ബ്ലോക്കുകൾ, APOB ലെവൽസ്, LPA ലെവൽസ് ഒക്കെ അടഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മെറ്റബോളിക് വേസ്റ്റുകളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ട്രൈഗ്ലിസറൈഡും LDL കൊളസ്ട്രോൾ. നമ്പർ 5, സ്ട്രോക്ക്, പോസിബിലിറ്റി ഓഫ് എ സ്ട്രോക്ക്, സഡൻ സ്ട്രോക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ. പുവർ മെറ്റബോളിക് റേറ്റ് വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം, തളർച്ചയൊക്കെ ഉണ്ടാവുന്നു. നിങ്ങൾ ബ്ലഡ് ഷുഗർ പോയി പരിശോധിച്ച് നോക്കുന്നു, 90 ആവും, എനിക്ക് ഷുഗർ ഇല്ല എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആ ഷുഗറിൻ്റെ കൂടെ നിങ്ങൾ ഇൻസുലിൻ കൂടെ പരിശോധിക്കുക. നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണോ എന്ന് കൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഓട്ടോഇമ്യൂൺ ഡിസോർഡറുകൾ, ഫൈബ്രോമയൽജിയ പോലത്തെ ഇൻഫ്ലമേറ്ററി ഡിസോർഡറുകൾ, അതേപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്തറൈറ്റിസ്, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസോർഡേഴ്സ്, ഓട്ടോമിൻ ഡിസോർഡർ ആയിട്ടുള്ള തൈറോയ്ഡ്, ഹൈപ്പോതൈറോയിഡിസം പോലത്തെ ഹാഷിമോട്ടോ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻ്റ് തന്നെയാണ്. ഈവൻ ഒബേസിറ്റി വരെ, അമിതവണ്ണം വരെ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ്. ഹൈപ്പർ ഇൻസുലിനീമിയാണ് നമ്പർ 1 റീസൺ എന്ന് പറയുന്നത്. സോ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി ഇന്നെങ്കിലും മനസ്സിലാക്കുക. നാളെ രാവിലെയെങ്കിലും പോയിട്ട്, ഇത് കേട്ടതിന് ശേഷം നാളെ രാവിലെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെ കൊണ്ടും അവരുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ ഒന്ന് പരിശോധിക്കുക. യു ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ബി ആൻ ഇൻസുലിൻ റെസിസ്റ്റൻ്റ്. ഡോക്ടർ ജെറാൾഡ് റീവ്സ് പറഞ്ഞു, ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്, ഇഫ് യു ഹാവ് ഷോൺ സ്ലൈറ്റ് ഇൻട്രസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് യു ജസ്റ്റ് കാൺ ബി ഇൻസുലിൻ റെസിസ്റ്റൻ്റ്. നിങ്ങൾ ആരോഗ്യത്തോട് ശകലമെങ്കിലും നിങ്ങൾ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവാനേ പാടില്ല എന്നുള്ളതാണ്.